നമ്മളിൽ പലരും ആർട്ടിക് എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അവിടെ മുഴുവനും ഐസാണെന്നും നമുക്കറിയാം. എന്നാൽ ആർട്ടിക് ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഭൂമിയുടെ ഐസ് ബോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആർട്ടിക്കിനെ വിശേഷിപ്പിക്കാം. ആഗോളതാപനത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ മഞ്ഞുപാളികളായിരുന്നു. ഇന്ന് ആർട്ടിക് ഉരുകുകയാണ്. മനുഷ്യന്റെ നിർമ്മാണ നശീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സംജാതമായ ആഗോളതാപനം എന്ന അവസ്ഥയിൽ ആർട്ടിക്കിന് പിടിച്ചു നിൽക്കാൻ ആകുകയില്ല. ആർട്ടിക്കിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ അവിടെയുണ്ട്. പോളാർ കരടി, വാൽറസ്, ആർട്ടിക് ഫോക്സ് അവയിൽ ചിലതാണ്. ആ ജീവികളെല്ലാം ഇന്ന് അന്യം നിന്നുപോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. ലാഭകൊതിയന്മാരായ മൾട്ടിനാഷണൽ എണ്ണ കമ്പനികൾ ഓയിലിനു വേണ്ടി ഖനനം ആർട്ടിക്കിലും തുടങ്ങിയിരിക്കുന്നു. അലസ്ക, റഷ്യ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഒത്താശയോടുകൂടി നടക്കുന്ന ഈ ഖനനത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് $90 ബില്യൺ ലാഭമാണ്. വെറും 3 വർഷത്തേക്കുള്ള ഓയിൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ എന്നത് പരിതാപകരമാണ്. ഖനനത്തിനായി ആർട്ടിക്കിലെ ഐസ് തുരന്ന് ചൂടുവെള്ളം കയറ്റി മാത്രമേ ഓയിൽ പുറത്തേക്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഖനനം കാരണം ആർട്ടിക്കിലെ 70% ഐസ് ഉരുകിത്തുടങ്ങിയിരിക്കുന്നു. ഇത് ഭയാനകമാണ്. ആർട്ടിക് ഒരു രാജ്യമല്ല. അതിനാൽ അവിടെ ഗവൺമെന്റോ പട്ടാളമോ ഇല്ല ആർട്ടിക്കിനെ സംരക്ഷിക്കാൻ. ഷെൽ, ബ്രിട്ടീഷ് പെട്രോളിയം, എക്സോൺ, ഗ്രാസ്പ്രോം മുതലായ ഓയിൽ കമ്പനികളുടെ മുന്നിൽ ലാഭം മാത്രമേയുള്ളൂ. അവരുടെ ഈ ഖനനം ബാധിക്കുന്നത് ആർട്ടിക്കിനെ മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയുമായിരിക്കും. ആർട്ടിക് സംരക്ഷിക്കാൻ വേണ്ടി ഗ്രീൻപീസ് തുടങ്ങിവെച്ച ക്യാമ്പയിനാണ് ഐ ലവ് ആർട്ടിക്. പ്രധാനമായും ഈ പ്രകൃതി സംഘടന ലക്ഷ്യമിടുന്നത് ആർട്ടിക്കിലെ ഖനനം നിർത്തിവെക്കുക എന്നതാണ്. കൂടാതെ ആർട്ടിക്കിൽ നടക്കുന്ന നോൺ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിംഗ്, ആർട്ടിക് രാജ്യങ്ങളിൽ കടന്നുകയറി ആർട്ടിക്കിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കൽ എന്നിവ നിർത്താനും സംഘടന ലക്ഷ്യമിടുന്നുണ്ട്. തിരുവനന്തപുരത്തും ക്യാമ്പയിന്റെ ഭാഗമായി മാർച്ച് 31 ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. മ്യൂസിയം മുതൽ ശംഖുമുഖം വരെ കടൽത്തീരം വരെയാണ് റാലി. ഇൻഡസ് സൈക്ലിംഗ് എംബസിയും ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബും ചേർന്ന ഗ്രീൻപീസ് ഓർഗനൈസർ ബിപിൻ ചന്ദ്രനും ഗ്രീൻപീസിന്റെ തിരുവനന്തപുരം വോളണ്ടിയേഴ്സും കൂടി ചേർന്നാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള ഈ യാത്രയിൽ പരിസ്ഥിതിയെ കൊല്ലുന്ന വാതകം വമിപ്പിക്കുന്ന വാഹനങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. സൈക്കിളുമായുള്ള ഈ യാത്ര പ്രകൃതിക്ക് വേണ്ടിയാകട്ടെ.